ഹായ് ഗൈസ്, നമ്മളിപ്പോൾ അഗസ്ത്യാർകുടം ഓഫ് സീസൺ ട്രക്കിങ്ങിലാണ്. ഇതെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു ട്രക്കിംഗ് സ്പോട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ കാണാം. ഓക്കെ, പുലർച്ചെ 5 മണിക്കുള്ള ബസ്സാണ്. ബസ് അവിടെ കൊടുന്നിട്ടതേ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ ഫുള്ളായി. 5ഉം 6 പ്ലാറ്റ്ഫോം. ബട്ട് ബസ് വന്നത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ്. പിന്നെ ഒന്നും നോക്കില്ല, ചാടിക്കേറിയാണ് പോന്നു. അങ്ങനെ അഗസ്ത്യാർകൂടം എത്തി. നമുക്ക് ടിക്കറ്റ് എടുത്തത് നമ്മളെ ജേണി ക്രാഫ്റ്റാ. അവര് നമുക്ക് ഡേ 1 ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈ ഹോട്ടലിൽ നിന്ന് സെറ്റാക്കി വെച്ചിരുന്നു. ബസ് ഇറങ്ങി 2 കിലോമീറ്റർ ഉണ്ടാവും ബോളക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. ഗൈസ്, മുള്ളമ്പന്നിന്റെ മുള്ളാണ്. തിരിച്ചിറങ്ങുമ്പോൾ എടുക്കാന്ന് വിചാരിച്ചു വെച്ചതാ. അങ്ങനെ നമ്മൾ ബോളക്കാട് ഫോറസ്റ്റ് ഓഫീസിലെത്തി. പ്ലാസ്റ്റിക്, പെർഫ്യൂം, സോപ്പ് ഇതൊന്നും അലോഡല്ല. പോകുന്നവർ പ്ലാസ്റ്റിക് മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. ബാഗൊക്കെ ചെക്ക് ചെയ്യും. എത്ര പ്ലാസ്റ്റിക് ഉണ്ടോ അതിന് ഫൈൻ ആദ്യം തന്നെ കെട്ടിവെക്കണം. തിരിച്ചു വരുമ്പോൾ പ്ലാസ്റ്റിക് കാണിച്ചു കൊടുത്താൽ ഈ എമൗണ്ട് തിരിച്ചു കിട്ടും. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് പോകാൻ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പോകുന്നതിൻ്റെ 1 മാസം മുന്നെങ്കിലും നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നിങ്ങളെ ലെഗൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കി എടുക്കുക. വർക്കൗട്ടിൽ കാർഡിയോ പോലത്തെ എക്സസൈസും ആഡ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ലാത്തിമൊട്ടെത്തി. ഇനി ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ടാവും. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തണം എന്നുള്ളതാണ്. ട്രക്കിങ്ങിന് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഇറങ്ങണ്ട. പോകുന്ന വേ നമുക്ക് നല്ല അടിപൊളി സ്ട്രീംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് മുക്കി കുടിക്കുക. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കൊണ്ടുവരികയാണെങ്കിൽ അതും കൂടി നമ്മൾ ചുമക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞതാണ്, കഷ്ടപ്പെടേണ്ടി വരും. ഈ പുൽമേട് വരെ സ്മൂത്തായി കയറിപ്പോകും. പുൽമേട് കഴിഞ്ഞാൽ മക്കളെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ട്രക്കിംഗ് ഷൂ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലിരുന്ന ചെരുപ്പിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ട ഗൈസ്. പിന്നെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കരുതുക. പ്രോട്ടീൻ ബാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ധൃതി പിടിച്ച് അങ്ങോട്ട് ആരും ഓടിച്ചാടി കയറി പോകേണ്ട ആവശ്യമില്ല. മെല്ലെ നടന്ന് കയറി പോയാൽ മതി. പിന്നെ ഓടിച്ചാടി കയറിപ്പോയാൽ 2 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തും. മെല്ലെ കയറി വന്നാൽ 4 മണി 5 മണിയൊക്കെ ആകും. ബാക്കിയുള്ളവർ ഇതാവോ, ഞാനിങ്ങനെ ഇങ്ങോട്ട് കയറി പോകുന്നുണ്ട്. സൗണ്ടാ കേൾക്കുന്നുണ്ടോ? പല ജീവികളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പല സൗണ്ടും കേൾക്കുന്നുണ്ട്. അയ്യോ. പിന്നെ അഗസ്ത്യാർ മല കൂട്ടത്തിൽ നിറഞ്ഞൊരു മലയാണ്. അഗസ്ത്യമുനിയുടെ സാന്നിധ്യം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ റയറായിട്ട് കിട്ടുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. സൗണ്ട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്തി ഗായ്സ്. അങ്ങനെ തിരുമല ബേസ് ക്യാമ്പിൽ എത്തി ഗായ്സ്. ഇവിടെയാണ് സ്റ്റേ വരുന്നത്. ബോയ്സിന് വേറെ ഗേൾസിന് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു സ്റ്റേ വരുന്നത്. ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നും റേഞ്ച് ഇല്ലാത്ത ഏരിയ ആണ്. പിന്നെ രാത്രി 9 മണിയാകുമ്പോഴേക്കും ലൈറ്റ് ഓഫ് ആക്കിയിരിക്കും. രാത്രി കഴിക്കാൻ കഞ്ഞിയും പയറും അങ്ങനെ ഉള്ളതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞു വരിക. ഇതാണ് നമുക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ. രാത്രി എൻ്റെ തൊട്ടടുത്ത് കിടന്നവൻ പറയാം, അവൻ AC ഇല്ലാതെ ഉറങ്ങാറില്ല എന്നൊക്കെ. ഇവരെങ്ങനെ പുതച്ച് മൂടി കിടന്നുറങ്ങണമെന്നൊക്കെ. രാവിലെ എണീറ്റപ്പോൾ പുള്ളി നല്ല പുതച്ച് മൂടി കിടന്നുറങ്ങണം.